മലയാളത്തിന്റെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ. മഞ്ജുവിനെ പോലെ മഞ്ജു മാത്രമാണുള്ളത്. 2 ഘട്ടങ്ങളിലായാണ് മഞ്ജുവിന്റെ കരിയർ അരങ്ങേറുന്നത്. യുവനായികയായി നിറഞ്ഞു നിന്നതാണ് ആദ്യഘട്ടം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ നമ്പർ 1 നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യ പ്രതിഭയെന്ന് തെളിയിച്ച നടി. വിവാഹശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന മഞ്ജുവിനെയാണ് പിന്നീട് കണ്ടത്. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു തിരികെ വരുന്നത്. ഇക്കാലത്തിനിടയ്ക്ക് മലയാള സിനിമ അടിമുടി മാറി. തനിക്കൊപ്പമുണ്ടായിരുന്നവരിൽ മിക്കവരും അമ്മവേഷങ്ങളിലേക്കും ക്യാരക്ടർ റോളുകളിലേക്കുമെല്ലാം ഒതുങ്ങിയിരുന്നു. എന്നാൽ പോയതിനേക്കാൾ ശക്തമായിട്ടാണ് മഞ്ജു തിരികെ വന്നത്. മഞ്ജു ഒഴിച്ചിട്ടുപോയ സിംഹാസനത്തിനും മറ്റൊരു അവകാശി ഉണ്ടായിട്ടേയില്ലായിരുന്നു. ഇന്ന് മലയാളവും കടന്ന് തമിഴിലും കയ്യടി നേടി മുന്നേറുകയാണ് മഞ്ജു വാര്യർ. നിസ്സംശയം പറയാം, മലയാളത്തിന്റെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ എന്ന്. ഇത്ര വലിയ താരമായിരിക്കുമ്പോഴും ജീവിതത്തിൽ മഞ്ജു പുലർത്തുന്ന ലാളിത്യവും ശ്രദ്ധേയമാണ്. യുവതാരങ്ങളെ പോലും പിന്നിലാക്കുന്ന ഫിറ്റ്നസും ഫാഷൻ സെൻസുമെല്ലാം മഞ്ജുവിന് കയ്യടികൾ നേടിക്കൊടുക്കുന്നുണ്ട്. പ്രായം വെറും അക്കം മാത്രമാണെന്ന് ഓരോ നിമിഷവും മഞ്ജു തെളിയിക്കുന്നത് കാണാം. ഇപ്പോഴിതാ മഞ്ജുവിനെക്കുറിച്ച് രസകരമായൊരു കഥ പങ്കുവയ്ക്കുകയാണ് രമേഷ് പിഷാരടി. അമൃത ടിവിയിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് മഞ്ജുവിന്റെ ലാളിത്യത്തെക്കുറിച്ചുള്ളൊരു കഥ രമേഷ് പിഷാരടി പങ്കുവെക്കുന്നത്. ഈ മഞ്ജു വാര്യർ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും. മാസ്കും ഒരു ബനിയനും ഇട്ട്. തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നോണ്ട് കേറിപ്പോകും എന്ന് പിഷാരടി പറയുന്നുണ്ട്. പിന്നാലെയാണ് രമേഷ് പിഷാരടി കഥ പങ്കുവെക്കുന്നത്. എന്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി. അവിടെ പോയിട്ട് 400 രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി. ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് പറയുന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ. എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് 10 ലക്ഷം രൂപയെങ്കിലും എന്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ 400 രൂപയുടെ ടോപ്പുമിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണ് എന്നാണ് പിഷു പറയുന്നത്. പിന്നാലെ മഞ്ജു മറുപടിയും നൽകുന്നുണ്ട്. അതിനെന്താണ്, ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ, വിലയൊക്കെ ആരാണ് നോക്കുന്നത് എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി. മഞ്ജുവിന് അവതാരികയായ റിമി ടോമി കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ജുവും പിഷാരടിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് യാത്രകൾ പോകുന്നതും പതിവാണ്.